നമസ്കാരം, എല്ലാവർക്കും യശ്വിസരി റെസിപ്പീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള മുന്തിരി ജ്യൂസിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് ചൂടുള്ള സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. അതല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തോ ഇനി നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തോ ഇനി അതും അല്ലെങ്കിൽ പാർട്ടിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം, അതേസമയം ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു മുന്തിരി ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് ക്ലീൻ ചെയ്ത് അതിന്റെ തണ്ടൊക്കെ കളഞ്ഞപ്പോൾ ഒരു 450 ഗ്രാം മുന്തിരി ഉണ്ട്. ഇത് നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കാനൊക്കെ വാങ്ങിക്കുന്ന കുറച്ച് മധുരവും പുളിയൊക്കെയുള്ള കുരുവുള്ള മുന്തിരിയാണ്. ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് നമുക്ക് കുരുവില്ലാത്ത നല്ല മധുരമുള്ള മുന്തിരി ഉണ്ടല്ലോ, അത് വേണമെങ്കിലും എടുക്കാം. ഈ ഒരു മുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന മുന്തിരിയാണ്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കുക. എന്നിട്ട് 2-3 വെള്ളത്തിലൊന്ന് മാറി മാറി ഒന്ന് കഴുകിയെടുത്താൽ മതി. ഈ ഒരു മുന്തിരി വേവിച്ചിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മുന്തിരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് നെകയ്ക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ മുന്തിരി ഒന്ന് പൊട്ടി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ലേ? ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 12 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരേന്റെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം കേട്ടോ. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് തുറന്നു വെച്ചിട്ടൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, എല്ലാ മുന്തിരിന്റെ തൊലിയൊക്കെ പൊട്ടിയിട്ട് മുന്തിരി എല്ലാം വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്ന് കിടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഒരുപാട് നേരം ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുന്തിരി എല്ലാം തൊലി പൊട്ടിയിട്ട് മുകളിലേക്ക് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇതിൽ നിന്നൊരു 1/2 കപ്പ് മുന്തിരി നമുക്കിപ്പോൾ മാറ്റിയേക്കാം. ഇതിന്റെ തൊലിയും കുരുവും കളഞ്ഞിട്ട് നമുക്ക് അവസാനം ജ്യൂസിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന മുന്തിരിയും ജ്യൂസൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ. ഇതിൽ കിടക്കുന്ന ഈ തൊലി ഉണ്ടല്ലോ, ഇതും അതുപോലെ തന്നെ മുന്തിരിന്റെ കുരുവൊക്കെ നമുക്കൊന്ന് മാറ്റി കളയണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ വേവിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന മുന്തിരി ജ്യൂസ് ഈ അരിപ്പ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് കൈകൊണ്ട് എടുത്തു മാറ്റി കളയാൻ പറ്റുന്ന തോലൊക്കെ അങ്ങ് എടുത്തു മാറ്റി കളയാം. ബാക്കിയുള്ളത് നമുക്കൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തിയിട്ട് ഇതുപോലെ അങ്ങ് അമർത്തി പിഴിഞ്ഞെടുക്കാം. ഇപ്പൊ ഇതാ ജ്യൂസ് മാത്രം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുന്തിരിയില്ലേ, അത് തോലും കുരുവും കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ജ്യൂസ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പുറത്തേക്ക് എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ച് നീട്ടിയെടുത്താൽ മതി. ഇനി അതെല്ലാം ഇപ്പൊ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ലിറ്റർ വെള്ളമുണ്ട്. ഞാനിപ്പോൾ നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന അരിപ്പയെ കൂടെ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ തൊലിയിലൊക്കെ ബാക്കിയുള്ള ജ്യൂസും കൂടെ നമുക്ക് കിട്ടിക്കോളും, ഒട്ടും പോവാതെ തന്നെ. അപ്പോൾ ഇതിൽ ബാക്കി ഉണ്ടായിരുന്ന ജ്യൂസും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിന് മധുര പുളി എന്തെങ്കിലും വേണമെന്ന് നോക്കാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല പുളി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഇത് പുളിയുള്ള മുന്തിരി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലെമൺ ജ്യൂസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ കുരുവില്ലാത്ത നല്ല മധുരമുള്ള മുന്തിരിയാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു പുളിന്റെ ആവശ്യം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ഐസ് ക്യൂബ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണമെന്നില്ല, കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന മധുരം കുറഞ്ഞു പോകുമല്ലോ, അതുകൊണ്ടാണ്. ജ്യൂസ് നമുക്ക് ഈ ഒരു ഭാഗത്തിന് കുടിക്കാം. ഇനി അതല്ല ഇതിൽ നേർപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർക്കണേ മധുരത്തിന് വേണ്ടിയിട്ട്. ഈ ഒരു ജ്യൂസ് ഇപ്പൊ തന്നെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഇനി അതല്ല കുറച്ചു നേരം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. മധുരമൊക്കെ നന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മുന്തിരിന്റെ പൾപ്പിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചോളും. നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ്. ഉണ്ടാക്കാനും എളുപ്പമല്ലേ. മുന്തിരി കുറച്ച് പഞ്ചസാര ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചെടുത്താൽ മതി. നോമ്പിന്റെ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസിന്റെ റെസിപ്പിയാണ് ഇത്. പകല് സമയമുള്ളപ്പോൾ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ.
അപ്പൊ നമുക്ക് ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.